ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികൾക്കുള്ള റീഡാണ്. സോ ഇത് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കണം. ഇവിടെ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വലിയൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു നിങ്ങൾക്ക്. അവിടെ ഒരുപാട് വഴക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ച് ഒരാക്ഷനും എടുക്കാതെയാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുണ്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം, എന്തെങ്കിലും ഒരാക്ഷൻ എടുക്കണം എന്നുണ്ട്. പക്ഷേ ശരിക്കും ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ചോയ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നിനും ഇപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങളിവിടെ ഒരു ഡിസിഷൻ എടുക്കാത്തതിൻ്റെ കാര്യം ഇനിയും നിങ്ങൾക്ക് ആ ഒരു റിപ്പീറ്റായിട്ടൊരു കാര്യം ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. അതായത് നിങ്ങൾ കടന്നു വന്ന സാഹചര്യം പിന്നെയും നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാതെ നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ വികാരങ്ങളെ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന പല ഒപ്പീനിയൻസിൽ നിന്നും നിങ്ങളുടെ ഇമോഷൻ ഇവിടെ ഇനി ചേഞ്ച് ആവുകയില്ല. നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ ഇമോഷൻസിനെ കൊണ്ടുവരാൻ നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിലുള്ള ഒരു ഫീലിങ്സ് ആണ്. ഇവിടെ നിങ്ങൾ നേരിട്ട് പോയ പ്രശ്നങ്ങൾക്ക് കാരണം എന്ത് തന്നെ ആയാലും ഇവിടെ നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുകയല്ല വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ടൈം റിലാക്സ് ചെയ്യാനും ഇപ്പോഴത്തെ നിങ്ങളിൽ നിന്നും ഒരു ബെറ്റർ സെൽഫിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമാണിത്. അതുപോലെ തന്നെ നമുക്ക് ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ബിഗിനിങ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക, ഡിവൈൻ ടൈമിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ നിങ്ങൾക്കായുള്ള ഗൈഡൻസ് പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് ഡിവൈൻ ടൈമിൽ വിശ്വസിക്കുകയും യൂണിവേഴ്സിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച സ്ട്രഗിളിൽ നിന്നും ഇനിയുള്ള കാലം നിങ്ങളൊരു റിലാക്സിങ് സ്റ്റേജിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇനിയുള്ള സമയം റിലാക്സ് ചെയ്യാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ട സമയമോ ഡിസിഷൻ എടുക്കേണ്ട സമയമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ ഇനിയും സംഭവിക്കും എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട. കാരണം ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതും ഡിസിഷൻ എടുക്കേണ്ടതുമായ സമയമല്ല. ഇപ്പോഴത്തെ സമയം നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട സമയമായിട്ടാണ് മുന്നോട്ട് കാണുന്നത്. അതുകൊണ്ട് മനസ്സിലെ ഭാരം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ സെൽഫിനെ ഇംപ്രൂവ് ചെയ്യാനാണ് ഇപ്പോൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഡിവൈൻ ടൈമിൽ വിശ്വസിച്ച് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം.